നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ സാധാരണക്കാരനും, പ്രത്യേകിച്ച് വാടക വീട്ടിൽ താമസിക്കുന്നവര്, ജോലി തേടി നഗരത്തിലേക്ക് പോകുന്നവര്, ഹോസ്റ്റലിൽ കഴിയുന്ന കുട്ടികൾക്കും എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്നതാണ്. ഇന്ത്യയിൽ ഒരു സാധാരണ LPG ഗ്യാസ് കണക്ഷൻ എടുക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് ഡോക്യുമെന്റ്സ് ശേഖരിക്കണം, ഏജൻസിയിൽ പോകണം, ഫോം പൂരിപ്പിക്കണം, കാത്തിരിക്കണം. ഈ പ്രോസസ്സ് ആർക്കെങ്കിലും ഒരിക്കലെങ്കിലും ശല്യമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം ഇതിൽ ആധാർ കാർഡ് മാത്രമുള്ളവർക്ക് ഒരു 5 കിലോ ചോട്ടു സിലിണ്ടർ, അതായത് ചെറിയ ഗ്യാസ്, വളരെ എളുപ്പത്തിലെടുക്കാം. ഈ ഒരു വിഷയം നമ്മൾ ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി പോവാണ്. സോ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ ഓഫ് ബോസ് വാല ഡെയിലി മലയാളം യൂട്യൂബ് ചാനൽ. ഐ എം അക്ഷര. ഇന്ത്യയിൽ ഗ്യാസ് കണക്ഷൻ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആണോ? ഇന്ത്യയിൽ ഒരു റെഗുലർ 14.2 കിലോ വരുന്ന LPG ഗ്യാസ് കണക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണ ആള് ആദ്യം ചെയ്യുന്നത് ഗ്യാസ് ഏജൻസിയിൽ പോവുക എന്നുള്ളതാണ്. അവിടെ ചെന്ന് ഫോം ചോദിക്കുമ്പോൾ തന്നെ ഒരു ലിസ്റ്റ് കിട്ടും. ആധാർ, റേഷൻ കാർഡ്, ലൈറ്റ് ബില്ല്, വാടക കരാറ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ്. ഇത് കൂടാതെ നിങ്ങൾ ഒരു വാടക വീട്ടിൽ കൂടെയാണ് താമസിക്കുന്നതെങ്കിൽ ആ അഡ്രസ്സിലുള്ള ഒരു ഡോക്യുമെന്റ് വേണം, ഇല്ലെങ്കിൽ കണക്ഷൻ കിട്ടില്ല. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിൽ ദശലക്ഷക്കണക്കിന് ആൾക്കാർ ജോലി തേടി നഗരങ്ങളിലേക്ക് മൈഗ്രേറ്റ് ആവുന്നുണ്ട്. ഇവരൊരു റൂമിലോ PG അക്കോമഡേഷനിലോ ആണ് താമസിക്കുന്നതെന്ന് വിചാരിക്കാം. ഇവർക്ക് അവരുടെ അഡ്രസ്സിലുള്ള ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റ് ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ട് ഈ ആൾക്കാർക്ക് ഒരു ക്ലീൻ കുക്കിംഗ് ഫ്യൂവൽ ഇല്ലാതെ അവര് ഇലക്ട്രിക് സ്റ്റവ്, ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഷെയർഡ് കിച്ചൺ ഇതൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ജീവിക്കുന്നത്. ഈ സിറ്റുവേഷൻ ഇന്ത്യ ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഒരു സൊല്യൂഷൻ വന്നിട്ടുണ്ട്. ആ സൊല്യൂഷന്റെ പേരാണ് ഫ്രീ ട്രേഡ് LPG. അതിന്റെ ഏറ്റവും പോപ്പുലർ പ്രൊഡക്റ്റ് ആണ് ചോട്ടു സിലിണ്ടർ. ചോട്ടു സിലിണ്ടർ എന്താണ്? ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കോമഡി തോന്നും അല്ലെ? ഒരു ചെറിയ ക്യൂട്ടായ 5 കിലോ ഭാരമുള്ള LPG സിലിണ്ടർ ആണ് ഇത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, അതായത് IOCL, ഈ സിലിണ്ടർ മാർക്കറ്റ് ചെയ്യുന്നത് തന്നെ ഫ്രീ ട്രേഡ് LPG അഥവാ FTL കാറ്റഗറിയിലാണ്. ഇതിന് ഒരു ബ്യൂട്ടി ഉണ്ട്. നോർമൽ ഗ്യാസ് സിലിണ്ടറിലുള്ള ബ്യൂറോക്രാറ്റിക് റിക്വയർമെന്റ്സ് ഒന്നും ഇതിനില്ല. അഡ്രസ് പ്രൂഫ് ഇല്ലേ? നോ പ്രോബ്ലം. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇല്ലേ? നോ ഇഷ്യൂസ്. ഒരു ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ഐഡന്റിറ്റി പ്രൂഫ് മാത്രം മതി. അതിൽ ആദ്യം മെൻഷൻ ചെയ്യുന്നത് ആധാർ കാർഡാണ്. ആധാർ കാർഡ് കൊണ്ടുപോകും, സിലിണ്ടർ മേടിക്കും, ഇത്രയേ ഉള്ളൂ. HP ഗ്യാസിന്റെ 5 കിലോ സിലിണ്ടറിന്റെ പേര് അപ്പു എന്നാണ്. ഭാരത് ഗ്യാസിന്റേത് ഭാരത് ഗ്യാസ് മിനി എന്നും. ഈ 3 കമ്പനിയും ഇതേ കോൺസെപ്റ്റിലുള്ള 5 കിലോ സിലിണ്ടേഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും പോപ്പുലർ ആയ ഇന്ത്യൻ ഓയിലിന്റെ ചോട്ടു സിലിണ്ടറിൽ ഒരു മാസം മുന്നേ മാർച്ച് 2026 IOCL ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. Compact, convenient and easy to access. It is designed for moments when you need a dependable cooking companion without any delay. ഇതാണ് ഇതിന്റെ സ്പിരിറ്റ്. ഇനി റെഗുലർ കണക്ഷനും ചോട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. റെഗുലർ 14.2 kg വരുന്ന സിലിണ്ടറും 5 kg വരുന്ന ചോട്ടു സിലിണ്ടറും തമ്മിലുള്ള വ്യത്യാസം ആദ്യം ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. റെഗുലർ കണക്ഷനിൽ അഡ്രസ് പ്രൂഫ് ഒക്കെ മാൻഡേറ്ററി ആണ്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആദ്യം കൊടുക്കണം. ഒരു ഫിക്സഡ് ഏജൻസിയിൽ നിന്ന് മാത്രം റീഫിൽ ലഭിക്കുള്ളൂ. പിന്നെ ബുക്കിംഗ് ചെയ്തതിന് ശേഷം ഡെലിവറിക്കായിട്ട് നമ്മൾ കുറേ ദിവസം വെയിറ്റ് ചെയ്യണം. കണക്ഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ അഡീഷണൽ പ്രോസസ്സ് വേണം. പക്ഷേ ചോട്ടു സിലിണ്ടറിൽ ഒന്നുമില്ല. അഡ്രസ് പ്രൂഫ് വേണ്ട, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇല്ല. ഏത് ഇന്ത്യൻ ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്നും, കിരാന സ്റ്റോറിൽ നിന്നും, പെട്രോൾ പമ്പിൽ നിന്നും വരെ നിങ്ങൾക്ക് റീഫിൽ ലഭിക്കുന്നതാണ്. ബുക്കിങ്ങിന്റെ ആവശ്യമേ ഇല്ല. ഇന്ന് ചെന്ന് എക്സ്ചേഞ്ച് ചെയ്ത് പോവാം. ഒരു ഏജൻസിക്കുമായിട്ട് ബൈൻഡിങ് ഇല്ല. ഏത് നഗരത്തിലായാലും നമുക്ക് യൂസ് ചെയ്യാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. നാട്ടിലുള്ള അഡ്രസ് ആണ് ആളുടെ കയ്യിലുള്ളത്, ആധാറിലുള്ളത്. ഈ ആൾക്ക് ചോട്ടു കണക്ഷൻ ഉണ്ടെങ്കിൽ ബാംഗ്ലൂരിലുള്ള ഏതൊരു ഓഥറൈസ്ഡ് ഔട്ട്ലെറ്റിൽ നിന്നും റീഫിൽ ലഭിക്കുന്നതാണ്. ഡൽഹിയിലേക്ക് ഇനിയിപ്പോൾ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഒരു പ്രശ്നമില്ല. നോ നീഡ് ടു റീ രജിസ്റ്റർ. അതാണ് ചോട്ടു. ചോട്ടു സിലിണ്ടർ ഉപയോഗിക്കേണ്ടത് ആരൊക്കെയാണ്? ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കുന്നത്? ഇത് സ്പെഷ്യലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് പീപ്പിളിന് വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഒന്നാമതായിട്ട് മൈഗ്രന്റ് വർക്കേഴ്സ്, അതായത് ജോലി തേടി നഗരത്തിലേക്ക് എത്തിയവർ. ഇവർക്ക് ലോക്കൽ അഡ്രസ് പ്രൂഫ് ഇല്ലാത്തതുകൊണ്ട് റെഗുലർ കണക്ഷൻ കിട്ടില്ലായിരുന്നു. ചോട്ടു ഇപ്പോൾ അതിനൊരു സൊല്യൂഷൻ ആണ്. രണ്ടാമതായി സ്റ്റുഡൻസ്, PG അക്കോമഡേഷനിലുള്ളവർ, ഹോസ്റ്റൽ വിട്ട് റൂം റെന്റിലുള്ളവർ, ഇവർക്കൊരു കുക്കിംഗ് ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഇൻഡക്ഷൻ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ക്യാൻറ്റീനിൽ ഡിപ്പെൻഡ് ചെയ്യണം. ചോട്ടു ഉണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല. മൂന്നാമത്തേതായിട്ട് ചെറിയ ഫാമിലീസ്, കപ്പിൾസ്, ഒറ്റയ്ക്ക് ജീവിക്കുന്നവർ ഒക്കെ. ഈ 14.2 കിലോ വരുന്ന സിലിണ്ടറിന്റെ ഭാരം മാനേജ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും ഇവർക്കൊക്കെ. 5 കിലോയുടെ ലൈറ്റ്, പോർട്ടബിൾ, ഈസി ടു ഹാൻഡിൽ ആണ് നമ്മുടെ ചോട്ടു വരുന്നത്. നാലാമതായിട്ട് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്, സ്മോൾ റെസ്റ്റോറൻറ്റ്സ്, ടീ സ്റ്റോള്, ഇങ്ങനെയുള്ള സ്പേസ് കുറഞ്ഞ സ്ഥലത്തൊക്കെ. അഞ്ചാമതായിട്ട് ആദ്യമായിട്ട് കുക്കിംഗ് ആരംഭിക്കുന്നവർ, ന്യൂലി വെഡ്സ് അല്ലെങ്കിൽ ന്യൂ റെന്റേഴ്സ്, ഇവർക്ക് ഒരു ബിഗ് കണക്ഷൻ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടില്ലെങ്കിൽ
ഇത് ഒരു പെർഫെക്റ്റ് ഓപ്ഷനാണ്. ഇനി നമുക്ക് ചോട്ടു സിലിണ്ടർ എങ്ങനെ നേടാം എന്ന് നോക്കാം. ഓൺലൈൻ ആണെങ്കിൽ ഇന്ത്യൻ ഓയിലിന്റെ വെബ്സൈറ്റിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് 5 kg ചോട്ടു സിലിണ്ടർ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ബേസിക് ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് ആധാർ കൂടെ അപ്ലോഡ് ചെയ്യുക. നിയറസ്റ്റ് ഓഥറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടറിനെ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. അപ്രൂവൽ കിട്ടിയ ശേഷം നിങ്ങൾക്ക് പോയി കളക്ട് ചെയ്യാവുന്നതാണ്. HP ഗ്യാസിൻ്റെതാണ് വേണ്ടതെങ്കിൽ HP ഗ്യാസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇതേ പ്രൊസീജിയർ തന്നെയാണ്. ഓഫ്ലൈൻ ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ഡിസ്ട്രിബ്യൂട്ടർ, കിരാന സ്റ്റോർ, പെട്രോൾ പമ്പ്, ലോക്കൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആധാർ കാർഡ് കൂടെ കൂട്ടിയിട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചെറിയ രജിസ്ട്രേഷൻ ഫോം ഫിൽ ചെയ്ത് സിലിണ്ടർ അന്ന് തന്നെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന്റെ ആവശ്യമില്ല, അഡ്രസ് പ്രൂഫിന്റെ ആവശ്യമില്ല, ഏജൻസിയിൽ അപ്പോയിന്റ്മെന്റ് എടുക്കണ്ട. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് റീഫിൽ ചെയ്യണമെങ്കിൽ empty സിലിണ്ടർ കൊണ്ട് ചെന്ന് നിങ്ങൾക്ക് ഒരു ഫുൾ ആയിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് എക്സ്ചേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഇതാണ് പ്രോസസ്. ഇനിയിപ്പോൾ ഹോം ഡെലിവറി ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പോയിന്റ് ഓഫ് സെയിൽ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 25 രൂപ ഡെലിവറി ചാർജിലടക്കം നിങ്ങൾക്ക് സിലിണ്ടർ വീട്ടിലെത്തും. ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് കൂടെ ഡിസ്കസ് ചെയ്യാം. പ്രധാനമന്ത്രി ഉജ്വല യോജന, ചുരുക്കത്തിൽ പറഞ്ഞ PMUY. 2016 പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആരംഭിച്ച ഈ ഒരു സ്കീം ദാരിദ്ര്യരേഖയ്ക്ക് കീഴിലുള്ള, അതായത് BPL കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് ഫ്രീ LPG കണക്ഷൻ കൊടുക്കുക എന്ന ലക്ഷ്യത്തിലാണ്. ഇന്ത്യയിൽ ഒരു കാലത്ത് ഗ്രാമങ്ങളിലെ അമ്മമാര്, ഭാര്യമാര് ഇവരൊക്കെ വിറകുകൊള്ളി യൂസ് ചെയ്ത് കത്തിക്കുക, ചാണകം ഉണക്കിയിട്ട് കുക്കിംഗ് ചെയ്യേണ്ടി വരിക. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ പുകയിലൂടെ ശ്വാസകോശ രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കണ്ണ് കേടാവുമായിരുന്നു, ഇങ്ങനത്തെയൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുമായിരുന്നു. ഇത് ദരിദ്രരായ സ്ത്രീകൾ ജനറേഷനിലായിട്ട് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. സോ ഉജ്വല യോജന ഇതിനൊരു ഉത്തരം ആയിട്ടാണ് വന്നത്. ഓരോ BPL കണക്ഷനും 1600 രൂപയുടെ ഫൈനാൻഷ്യൽ സപ്പോർട്ട്, സിലിണ്ടർ, പ്രഷർ റെഗുലേറ്റർ, സേഫ്റ്റി ഹോസ് ഇതൊക്കെ ഉൾപ്പെടെ ഗവൺമെന്റ് ബെയർ ചെയ്യുന്നതാണ്. 2025 മാർച്ച് ആകുമ്പോൾ 10.33 കോടിയിലധികം ഉജ്വല കണക്ഷൻസ് ആണ് ഇന്ത്യ മുഴുവൻ ആക്റ്റീവ് ആയിട്ടുള്ളത്. സോ ഫൈനാൻഷ്യൽ ഇയർ 2026 PMUY ബെനിഫിഷ്യറീസിന് 9 റീഫിൽസിന് 300 രൂപ സബ്സിഡി ഓരോ സിലിണ്ടറിനും ഉണ്ട്. ഒരു നേഷൻ ഇത്ര ലാർജ് സ്കെയിലിൽ കുക്കിംഗ് ഫ്യൂവൽ ആക്സസ് ഡെലിവറി ചെയ്ത ഉദാഹരണം ലോകത്ത് ഇതുവരെ ഇല്ല. ഇന്റർനാഷണൽ എനർജി ഏജൻസി ഇതിനെ ഗെയിം ചേഞ്ചർ ഇൻ എൻഡിങ് എനർജി പോവർട്ടി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഉജ്വല യോജനയും ചോട്ടു സിലിണ്ടറും ഒക്കെ ഒരേ ഡയറക്ഷനിൽ നടക്കുന്ന കാര്യങ്ങളാണ്. സോ ഒരാൾക്കും ക്ലീൻ കുക്കിംഗ് ഫ്യൂവൽ ഇല്ലാതെ ഒരു ദിവസം ഉണ്ടാകരുത് എന്നുള്ള ലക്ഷ്യത്തിൽ. ചോട്ടു സിലിണ്ടർ ഒരു സ്റ്റാൻഡ് അലോൺ പ്രോഡക്റ്റ് അല്ല. ഇത് ഇന്ത്യയിൽ LPG മാർക്കറ്റ് ചെയ്യുന്ന ഒരു ബ്രോഡർ പോളിസിയുടെ ഭാഗമാണ്, വിച്ച് ഇസ് ഫ്രീ ട്രേഡ് LPG പോളിസി. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ നഗരത്തിലും ഈ ഡോക്യുമെന്റഡ് ബാരിയർ ഒന്നും ഇല്ലാതെ ക്ലീൻ കുക്കിംഗ് ഫ്യൂവൽ ഗ്യാസ് എല്ലാവർക്കും എത്തണം. 2016 ഇന്ത്യയിൽ LPG പെനിട്രേഷൻ 62% ഇപ്പോൾ അത് 99.8% എത്തിയിട്ടുണ്ട്. ഈ ജമ്പ് ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല. ഉജ്വല യോജന, FTL സിലിണ്ടേഴ്സ്, റൂറൽ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ്, എക്സ്പാൻഷൻ ഇതൊക്കെ ഒരുമിച്ച് കൂടിയ ഒരു റിസൾട്ടാണ്. 2026 മുതൽ IOCL ഒറ്റയ്ക്ക് 7373 പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയാണ് റൂറൽ ഏരിയാസിൽ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ഇത് ഡിസ്ട്രിബ്യൂഷൻ റീച്ചാണ്. ഏറ്റവും റിമോട്ട് വില്ലേജിൽ ഒരാൾ ഇരുന്നാലും ഇന്ന് ഒരു LPG സിലിണ്ടർ ആക്സസ് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. ഇതൊരു റിയൽ അച്ചീവ്മെന്റ് തന്നെയാണ്. ചോട്ടു സിലിണ്ടറും ഇതിന്റെ ഭാഗമാണ്. urban പോപ്പുലേഷന്, മൊബൈൽ വർക്ക് ഫോഴ്സിന് ഇത് സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു സിലിണ്ടറാണ്. 5 കിലോ ചോട്ടു സിലിണ്ടറിന്റെ പ്രൈസ് ഓരോ ദിവസവും മാർക്കറ്റിൽ ചേഞ്ച് ആവുന്നുണ്ട്. കാരണം ഇത് FTL ആണ്. റെഗുലർ സിലിണ്ടറിന്റെ സബ്സിഡൈസ്ഡ് റേറ്റ് ഇതിൽ വരില്ല. സോ ഇത് ഒരു ലിമിറ്റേഷൻ ആണ്, അത് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഈ സിലിണ്ടറിന്റെ ഒരു ബ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് റിട്ടേൺ ചെയ്യേണ്ടി വരില്ല. കാരണം ഡെപ്പോസിറ്റ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ സിലിണ്ടർ റിട്ടേൺ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോയിന്റ് ഓഫ് സെയിൽ 500 രൂപ ബൈബാക്ക് ഓപ്ഷൻ ഉണ്ട്. കൂടാതെ സേഫ്റ്റിയിൽ ഈ സിലിണ്ടറിന് ISI മാർക്കും ഉണ്ട്. സോ സ്റ്റൗവിലും റബ്ബർ ട്യൂബും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. റെഗുലർ സിലിണ്ടറിൽ യൂസ് ചെയ്യുന്ന ISI സ്റ്റാൻഡേർഡ് ആക്സസറീസ് തന്നെയാണ് ഇതിലുള്ളത്. സ്പെഷ്യൽ സെറ്റപ്പ് ഒന്നും ഇല്ല. ഓൾസോ ഒരു ചെറിയ പ്രാക്ടിക്കൽ ടിപ്പ്, ചോട്ടു സിലിണ്ടറിൽ ഗ്യാസ് ഉള്ളത് എസ്റ്റിമേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം വെയിറ്റ് ഭയങ്കര ചെറുതായതുകൊണ്ട്. കൂടാതെ ഒരു ഡിജിറ്റൽ കിച്ചൺ സ്കെയിൽ ഉണ്ടെങ്കിൽ സിലിണ്ടറിന്റെ വെയിറ്റ് മെഷർ ചെയ്ത് ഒരു empty സിലിണ്ടറിന്റെ അപ്രോക്സിമേറ്റ് വെയിറ്റ് അറൌണ്ട് 7 to 7.5 kg ആണ്. കഴിച്ചാൽ ബാക്കി ഗ്യാസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. ഇനി ആളുകൾ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ അഡ്രസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റെഗുലർ കണക്ഷൻ ഉള്ളവർക്ക് ചോട്ടു കൂടെ ഉണ്ടാവാൻ പറ്റുമോ എന്നുള്ളത്. ഒരേ ഹൗസ് ഹോൾഡിൽ ഒരു റെഗുലർ കണക്ഷൻ ഉണ്ടെങ്കിൽ ചോട്ടു ഒരു അഡീഷണൽ ഓപ്ഷൻ ആണ്. ഇതൊരു സെപ്പറേറ്റ് പ്രൊഡക്റ്റ് ആണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ഇതും എടുക്കാം. രണ്ടാമത്തെ ചോദ്യം, ഈ ചോട്ടുവിന് സബ്സിഡി ഉണ്ടോ എന്നുള്ളതാണ്. ഇല്ല, ഇത് മാർക്കറ്റ് റേറ്റിലുള്ള ഒരു സാധനമാണ്. സോ ഉജ്വല യോജന ബെനിഫിഷ്യറീസിനുള്ള സബ്സിഡി റെഗുലർ 14.2 kg സിലിണ്ടറിൽ മാത്രമാണ്, ചോട്ടുവിൽ ഇല്ല. മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ആധാർ കാർഡ് ഉപയോഗിച്ച് ഒരിക്കൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഏത് സിറ്റിയിൽ നിന്നും റീഫിൽ കിട്ടുമോ എന്നുള്ളതാണ്.
അതെ, FTL ആയതുകൊണ്ട് ഇന്ത്യ മുഴുവൻ ഏത് ഓതറൈസ്ഡ് പോയിന്റ് ഓഫ് സെയിൽ നിന്നും നിങ്ങൾക്ക് റീഫിലും എക്സ്ചേഞ്ചും ചെയ്യാം. നാലാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ HP-യിലെ അപ്പുവും ഇന്ത്യയിലെ ചോട്ടുവും സെയിം ആണോ എന്നാണ്. കോൺസെപ്റ്റ് സെയിം ആണ്, ബ്രാൻഡ് ഡിഫറെൻ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും രജിസ്റ്റർ ചെയ്ത സിലിണ്ടർ ആ കമ്പനിയിൽ നിന്നാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. സോ നമുക്കത് മിക്സ് ചെയ്യാൻ പാടില്ല. ഇനി നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്ത ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമുക്ക് ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യാം. ഒന്നാമത്തത്, ഇന്ത്യയിലെ റെഗുലർ 14.2 കിലോ LPG കണക്ഷന് അഡ്രസ് പ്രൂഫ്, ഐഡന്റിറ്റി പ്രൂഫ്, ബാങ്ക് ഡീറ്റെയിൽസ്, ഫോട്ടോസ്, ഫോംസ് ഇതൊക്കെ മാൻഡേറ്ററി ആണ്. ഇതൊരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സ് തന്നെയാണ്. ഈ പ്രോസസ്സിന്റെ ഏറ്റവും വലിയ വിക്ടിം എന്ന് പറയുന്നത് ഈ മൈഗ്രന്റ് വർക്കേഴ്സ്, സ്റ്റുഡൻസ്, റെന്റേഴ്സ്. ഇവർക്ക് ലോക്കൽ അഡ്രസ് പ്രൂഫ് ഇല്ലാത്തതുകൊണ്ട് കണക്ഷൻ ഒന്നും കിട്ടില്ല, അത് നിഷേധിക്കപ്പെട്ടതാണ്. സോ ഈ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആയിട്ടാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഫ്രീ ട്രേഡ് LPG പോളിസിയിൽ ഒരു 5 കിലോയുടെ സിലിണ്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിന്റെ ബ്രാൻഡ് നെയിം ചോട്ടു എന്നാണ്. ചോട്ടു സിലിണ്ടറിന് അഡ്രസ് പ്രൂഫിന്റെ ആവശ്യമില്ല, സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന് ആവശ്യമില്ല, ഒരു ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ID പ്രൂഫ് മാത്രം മതി. പ്രിഫറബിളി ആധാറാണ് കൊണ്ടുപോകേണ്ടത്. HP ഗ്യാസിൻ്റെത് അപ്പു എന്നും ഭാരത് ഗ്യാസിൻ്റെത് ഭാരത് ഗ്യാസ് മിനി എന്നുമാണ് പേര് വരുന്നത്. ഇതൊക്കെ സെയിം കോൺസെപ്റ്റിലുള്ള 5 കിലോ FTL സിലിണ്ടേഴ്സ് ആണ്. ഓരോ ഓയിൽ കമ്പനിയുടെ ബ്രാൻഡ് ആണ് ഡിഫറൻസ് വരുന്നത്, അത്രയേ ഉള്ളൂ. ചോട്ടൂലെ റീഫിൽ ഏത് സിറ്റിയിലായാലും പോസിബിൾ ആണ്. ഒരു ഫിക്സഡ് ഡിസ്ട്രിബ്യൂട്ടറിൽ ബൈൻഡ് ആയിരിക്കേണ്ട ആവശ്യമൊന്നും നമുക്കിതിൽ വരുന്നില്ല. കൂടാതെ ഇത് മൈഗ്രന്റ് പോപ്പുലേഷന് ഒരു ഗെയിം ചേഞ്ചർ പ്രോഡക്റ്റ് തന്നെയാണ്. കൂടാതെ ചോട്ടുവിന് സബ്സിഡി ഇല്ല, ഇത് മാർക്കറ്റ് റേറ്റ് പ്രോഡക്റ്റ് ആണ്. റെഗുലർ കണക്ഷനിൽ ഉള്ളതുപോലെ ഗവൺമെന്റ് സബ്സിഡി നമുക്ക് ഇതിൽ ലഭിക്കില്ല. കൂടാതെ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയെ പറ്റി നമ്മൾ പറഞ്ഞു. 2016 മുതൽ BPL ഫാമിലീസിലുള്ള സ്ത്രീകൾക്ക് ഫ്രീ LPG കണക്ഷൻ നൽകുന്ന ഒരു സെൻട്രൽ ഗവൺമെന്റ് സ്കീമാണിത്. ഉജ്ജ്വലയിൽ ഓരോ കണക്ഷനും 1600 രൂപ വീതം ഫിനാൻഷ്യൽ സപ്പോർട്ട്, സിലിണ്ടർ റെഗുലേറ്റർ, സേഫ്റ്റി ഹോസ് ഇതൊക്കെ ഗവൺമെന്റ് ബെയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ 2025 10 കോടിയോളം കണക്ഷൻസ് ആണ് ഉജ്ജ്വല യോജനയിൽ ഇന്ത്യയിൽ ആക്റ്റീവ് ആയിട്ടുള്ളത്. കൂടാതെ ഇന്ത്യയിൽ LPG പെനിട്രേഷൻ 2016 62% ആയിരുന്നത് ഇപ്പോൾ 99.8% എത്തിയിട്ടുണ്ട്. ഇത് ഉജ്ജ്വല യോജന, FTL പോളിസി, റൂറൽ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പാൻഷന്റെ ഒക്കെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ്. ചോട്ടു സിലിണ്ടറിൽ ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇന്ത്യൻ ഓയിലിന്റെ വെബ്സൈറ്റിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് 5 kg ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ആധാർ അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. ഇനിയിപ്പോൾ നിങ്ങൾ ഓഫ്ലൈൻ ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നിയറസ്റ്റ് ഇന്ത്യൻ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അടുത്ത് പോവുക, അല്ലെങ്കിൽ കിരാന സ്റ്റോറിൽ പോവുക, പെട്രോൾ പമ്പിൽ പോയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത് ആ ദിവസം തന്നെ റീഫിൽ ചെയ്ത് കിട്ടുന്നതാണ്. ഹോം ഡെലിവറി ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ പോയിന്റ് ഓഫ് സെയിൽ റിക്വസ്റ്റ് ചെയ്തിട്ട് 25 രൂപ ഡെലിവറി ചാർജ് എക്സ്ട്രാ കൊടുത്തിട്ട് സിലിണ്ടർ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കോളും. ചോട്ടു സിലിണ്ടർ ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ തന്നെയാണ് ഫോർ സ്റ്റുഡൻസ്, റെന്റേഴ്സ്, മൈഗ്രന്റ് വർക്കേഴ്സ്, ന്യൂലി മാരിഡ് കപ്പിൾസ്, സ്മോൾ ഫാമിലീസ് എല്ലാം. ഒരു ഡോക്യുമെന്റും ഇല്ലാതെ ആർക്കും ക്ലീൻ കുക്കിംഗ് ഫ്യൂവൽ ആക്സസ് ചെയ്യാൻ ഇനി ഒരു തടസ്സവും ഇല്ല. ഉജ്ജ്വല യോജന ദരിദ്രരായ ആളുകൾക്ക് 2016 ഗ്യാസ് കൊടുത്തു ഫ്രീ ആയിട്ട്. ചോട്ടു ഈ മൊബൈൽ ജനറേഷന് ഗ്യാസ് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു സാധനം കൂടിയാണ്. സോ ഇത് ഒരേ സ്റ്റോറിയിലുള്ള 2 ചാപ്റ്റേഴ്സ് തന്നെയാണ്. ക്ലീൻ കുക്കിംഗ്, ഹെൽത്തി ലിവിംഗ്, ഡോക്യുമെന്റ് ഫ്രീ ആക്സസ്. ഈ ഒരു ഐഡിയയുടെ ദിശയിലാണ് ഈ 2 കാര്യങ്ങൾ പോകുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കാരണം ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടൊരു കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഇനിയും ഗവൺമെന്റ് സ്കീംസിനെ കുറിച്ചും നിങ്ങളുടെ ഡെയിലി ലൈഫിലുള്ള പ്രാക്ടിക്കൽ ടിപ്സിനെ കുറിച്ചും ഈ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് വരുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്യാൻ എല്ലാവരും മറക്കരുത്. ഇനി ഉജ്ജ്വല യോജനയെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, നമുക്ക് അതും ചെയ്യാവുന്നതാണ്. So until then, I'll see you all in the next video. Thanks for watching. Brand partnerships and advertising enquiries-നായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല, ബി ദ ബോസ്.